അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ പ്രവാചകനിൽ നിന്ന് പഠിച്ചെടുത്ത വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ കേൾക്കൽ പതിവാണ്. ഒരിക്കൽ പ്രവാചകന്റെ നിർബന്ധത്തിന് വഴങ്ങി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തെത്തി. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ ആയത്ത് എത്തുന്ന സമയത്ത് നോക്കുമ്പോൾ പ്രവാചകരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എന്താണ് നബിയേ എന്തിനാണ് നബിയെ കരയുന്നത് റസൂലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആദരവായ പ്രവാചകർ പറയുകയാണ്, ഇബ്നു മസ്ഊദ് ഓതല മദീ ഇബ്നു മസ്ഊദ് ഈ ആയത്തിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ടാണ് കരയുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. فكيف إذا جئنا من كل أمة بشهيد. ഓരോ സമുദായത്തിന്റെ ആളുകളെയും അതത് സമുദായത്തിന്റെ നേതൃത്വമായിട്ട് ഓരോ പ്രവാചകന്മാർ മഹ്ശറിലേക്ക് കടന്നു വരുന്ന രംഗം നബിയെ ഓർക്കണേ നബിയെ. വജ്ഇനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. തങ്ങളുടെ സമുദായമാകുന്ന ഈ സമുദായത്തിന് നേതൃത്വമായി തങ്ങളുടെ നാട് അവർക്ക് മുമ്പേ മഹ്ശറിലേക്ക് കടന്നു വരുന്ന രംഗം നബിയെ തങ്ങളൊന്ന് സ്മരിക്കണേ എന്നുള്ള ആയത്ത് വന്നപ്പോ ആദരവായ പ്രവാചകർ ആ മഹ്ശറ ഓർത്തിട്ട് കരയുകയാണ്. ഈ ആയത്തുകളും അതിനപ്പുറത്തുള്ള ആയത്തുകളും ഒക്കെ കേട്ടിട്ടും ഹൃദയം തകരാതെ മാനസികമാകുന്ന ഒരു സംഘർഷത്തിലേക്ക് എത്താതെ മഹ്ശറയെ കുറിച്ച് പോലും ഒരു ചിന്തയില്ലാതെ ദുന്യവിയായ ജീവിതത്തിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ മോശപ്പെട്ട സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊള്ളുന്നവരെ, അശ്ലീലമാക്കപ്പെട്ട സംസാരങ്ങൾ നടത്തുന്നവരെ, ആഖിറം ഖേദകരമാണ്, ഖേദകരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് മുഅ്ജിസത്ത് കണ്ടുകൊണ്ട് ആറാമത് മുസ്ലിമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ പരസ്യമായി ലോകത്ത് ആദ്യമായി ഓതിയ വ്യക്തിയാണ്. താനൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ താനൂർ അബ്ദുറഹ്മാൻ ശൈഖിന്റെ പരിസരത്തുള്ള ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മനമുസാദ് ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത്തെ മുസ്ലിമാണ് മുസ്ലിമാ. പരിശുദ്ധമായ ഖുർആൻ ലോകത്ത് ആദ്യമായി പരസ്യമായി പാരായണം ചെയ്യുകയാണ്. കഅബയുടെ പരിസരത്ത് വന്നുകൊണ്ട് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ والنجم والشجر يسجدان والسماء رفعها ووضع الميزان. പരിശുദ്ധമായ ഖുർആൻ പരസ്യമായി ഉച്ചത്തിൽ ഓതുകയാണ് കഅബയുടെ പരിസരത്ത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആറാമത്തെ മുസ്ലിം അല്ലേ? ആവേശത്താൽ കഅബയുടെ പരിസരത്ത് വന്നു ഓതുമ്പോ അതാ ശക്തമാകുന്ന ഒരു അടി മുഖത്ത് കിട്ടുകയാണ്, കരണത്ത് അടി കിട്ടുകയാണ്. ആ പ്രഹരത്താൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിലത്ത് വീഴുകയാണ്. അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ രക്തം ധാരധാരയായി വമിഞ്ഞൊഴുകയാണ്.
പറയുകയാണ്, അടിച്ചത് മുശ്രിക്കീങ്ങളുടെ നേതാവാകുന്ന അബൂജഹലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിലത്തേക്ക് ബോധം രഹിതനായി വീഴുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് അദ്ദേഹത്തെ വാരിയെടുത്തുകൊണ്ട് ആരൊക്കെയോ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് കണ്ടുകൊണ്ട് നെടുവീർപ്പെടുകയാണ്. ഇബ്നു മസ്ഊദേ, ക്ഷമിക്കണേ, കാലം ഇതിന് ചോദ്യമുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വർഷങ്ങൾ കഴിഞ്ഞില്ല, ഹിജറയുടെ 2-ാം വർഷം പരിശുദ്ധരാക്കപ്പെട്ടതാകുന്ന 313ഓളം വരുന്ന സ്വഹാബത്തുമായി ബദറിന്റെ രണാങ്കളത്തിലേക്ക് റമദാനിന്റെ 17 വെള്ളിയാഴ്ചകളുടെ സുദിനത്തിൽ ആദരവായ പ്രവാചകർ മാർച്ച് ചെയ്യുകയാണ്. 1000ഓളം വരുന്ന ശത്രുക്കളുമായി അബൂജഹൽ മക്കയിൽ നിന്ന് ബദറിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബത്തിനോട് യുദ്ധം ചെയ്യുകയാണ്. ആ ബദർ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് അബൂജഹൽ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക ശത്രു, അവന്റെ തല വെട്ടിയെടുക്കാൻ അല്ലാഹു അവസരം കൊടുത്തത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിനെതിരെ തിരിഞ്ഞാൽ, പ്രവാചകർക്കെതിരെ തിരിഞ്ഞാൽ, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവന്റെ അവസാനം മോശത്തരമാകുമെന്നുള്ള ചിന്തയാണ് പരിശുദ്ധ പ്രവാചകർ നൽകുന്നത്. ആദരവായ പ്രവാചകർ കരണക്കുത്തി കടി കിട്ടിയതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് വർഷങ്ങൾക്ക് മുമ്പ് സാന്ത്വനത്തിന്റെ വചനം കൊടുത്ത പ്രവാചകർ, ആ പ്രവാചകരുടെ മുന്നിലേക്ക് ചെവി തൂക്കി പിടിച്ചുകൊണ്ട് തല വെട്ടിയെടുത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അബൂജഹലിന്റെ തലയുമായി കടന്നു വരുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇബ്നു മസ്ഊദ്, വർഷങ്ങൾക്ക് മുമ്പൊന്ന് പുറകോട്ടെന്ന് നീ ചിന്തിക്കണേ. നീ ഖുർആൻ പരസ്യമായി ഓതിയതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ കലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരസ്യമായി പ്രബോധനം നടത്തിയതിന്റെ പേരിൽ നിന്റെ മുഖത്തടിച്ച് നിന്റെ ചെവി പൊട്ടിച്ചതാകുന്ന അബൂജഹലിന് ഇന്നിതാ ചെവി തൂക്കി പിടിച്ചുകൊണ്ട് തല വെട്ടിയെടുത്ത് എന്റെ മുന്നിൽ വന്നതാകുന്ന പ്രിയപ്പെട്ട സ്വഹാബി, അൽ ഉദ്നു ബിൽ ഉദ്നി വറഉസു സിയാദ, ചെവിക്ക് ചെവിയാണ് മറുപടി കേട്ടോ, തല അധികമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അൽ ഉദ്നു ബിൽ ഉദ്നി വറഉസു സിയാദ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചെവിക്ക് ചെവി, തല അധികമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പഠിക്കണം, നമ്മൾ ചരിത്രം പഠിക്കണം. പരിശുദ്ധമായി ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ പരസ്യമായി നിലകൊണ്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ലോകത്താദ്യമായി ഖുർആൻ ജഹറാക്കി ഓതിയ വ്യക്തി. കഅബയുടെ പരിസരത്ത് മുഖത്ത് അടികിട്ടി, കർണപുടം പൊട്ടി, അദ്ദേഹത്തിൽ നിന്ന് ചെവിയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി, ബോധരഹിതനായി വീണു. അന്ന് ശമിച്ചു. ആ അടിച്ച വ്യക്തിയുടെ തല അറുത്തെടുത്തു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ബഹുമാനപ്പെട്ടതാകുന്ന അലിയാർ തങ്ങളുണ്ട്, ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളുണ്ട്. പക്ഷേ അവർക്കാർക്കും കിട്ടാത്ത നേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല വകവെച്ചു കൊടുത്തത് ഖുർആനിൽ തൊട്ടുകളിച്ചവനാണ്. ഖുർആനിനെ തൊട്ടുകളിച്ചവർക്കെതിരെയാണ്. മനസ്സിലായി? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്, ഇതിനെ കാലാകാലം നാം സൂക്ഷിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആൻ, പ്രവാചകർക്കാണ് ഖുർആൻ നൽകിയത്. ആ ഖുർആനിനെ പരസ്യപ്പെടുത്തിയതിന്റെ പേരിൽ പ്രബോധന മേഖലയിൽ വിഷമം അനുഭവിച്ച മനുഷ്യന് അല്ലാഹു സാന്ത്വനം കൊടുത്തു. ആ വിഷമിപ്പിച്ചവന്റെ തല അറുത്തുകൊണ്ട്. മനസ്സിലായിക്കോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാലം തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവർക്കൊക്കെ തീർച്ചയായും ഉറപ്പായിട്ടും മറുപടി കൊടുക്കും. ഉറപ്പാണ്. ഇന്ന് എക്സ് മുസ്ലിമീങ്ങൾ അധികരിക്കുന്ന കാലഘട്ടമാണ്. ഞാൻ മുമ്പ് മുസ്ലിം ആയിരുന്നു പോയി എക്സ് മുസ്ലിം, എക്സ് എം എൽ എ എന്നൊക്കെ പറയുന്ന പോലെ പുതിയ സംഭവം തുടങ്ങിയിരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. മുസ്ലിമേ ആയിരുന്നില്ല ഇവൻ, ഇസ്ലാമിലായിട്ട് ഇന്ന് വരെ ജീവിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ ഇന്ന് സമൂഹത്തിൽ ധാരാളം അധികരിച്ചു വരിക. ഖുർആനിനെ വെല്ലുവിളിക്കുന്നവർ മനസ്സിലാക്കിക്കോ, ഇന്ന് വെല്ലുവിളിച്ചവർ നാളെ പരസ്യമായിട്ട് അത് തിരുത്തും. ഉറപ്പാണ്. കാലം അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കും, ശക്തമായ ശിക്ഷ നൽകും. ഉറപ്പാണത്.
അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം ഈ ഖുർആൻ നിസ്സാരമായ കലാമല്ല. ഈ ഖുർആൻ നൽകപ്പെട്ടത് ഒരു വ്യക്തിക്കാണ്, നമുക്കല്ല. ആ വ്യക്തി ഒരു സാദാസീത വ്യക്തിയല്ല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഫാഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ علم ولا كرم مولاي صل وسلم دائما أبدا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചതാകുന്ന ഒരാൾക്ക് പോലും അല്ലാഹു മറുപടി നൽകാതിരുന്നിട്ടില്ല. നബിതങ്ങളെ വേദനിപ്പിച്ചവരെയൊക്കെ അല്ലാഹു വേദനിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് പരസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം പരസ്യമായി നടത്തി. വഅൻദിർ അശീറതക്കൽ അഖറബീൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഒന്ന് മുന്നറിയിപ്പ് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫയുടെ മലയുടെ താഴ്വാരത്ത് നിന്ന് ജബൽ അബൂ ഖുബൈസ് മലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വിളിച്ചു, യാ ബനൂ ഫിഹർ വയാ ബനൂ അദീ, അല്ലയോ ഫിഹർ ഗോത്രമേ, അദീ ഗോത്രമേ, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനായിട്ട് വന്ന പ്രവാചകനാണ്. ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഈ നിൽക്കുന്ന മലയുടെ പിന്നാമ്പുറത്ത് നിന്ന് ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ? എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, നീ അൽ അമീനാണ്, നീ സത്യസന്ധനാണ്, ഞങ്ങൾ നിന്നെ വിശ്വസിക്കും മുഹമ്മദേ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്നാൽ ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. ഇന്നി ലക്കും നദീറും മുബീൻ, വ്യക്തമായ മുന്നറിയിപ്പുകാരനായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഏകദൈവ വിശ്വാസം നിങ്ങൾ പുൽകണേ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ. അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ് ഞാൻ, എന്നെ കൊണ്ട് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പോ ഒരാൾ ഇങ്ങോട്ട് എഴുന്നേറ്റു കുടുംബത്തിൽ നിന്ന്, തബ്ബല്ലക യാ മുഹമ്മദു അലിഹാദാ ജമഅതനാ. അബൂലഹബ് കയ്യിലൊരു കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയാൻ വേണ്ടി ഓങ്ങിയെന്നും ഹദീസിലുണ്ട്, തഫ്സീർ തുബരിയിലും കാണാൻ സാധിക്കും. കല്ലിങ്ങനെ എടുത്തിട്ട് എറിയാൻ വേണ്ടി എറിഞ്ഞില്ല, പാറക്കല്ലിൻ്റെ ഒരു ചീലെടുത്തിട്ട് ഇങ്ങനെ എറിയാൻ വേണ്ടി. അതുകൊണ്ടാണ് അവന്റെ കൈ നശിക്കട്ടെ എന്ന് അല്ലാഹു പറയാൻ കാരണം. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ഒരു സൂറത്ത് തന്നെ പരിപൂർണമായി അദ്ദേഹത്തെയും കുടുംബത്തെയും ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു ഖുർആൻ അവതരിപ്പിക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, ഒരു കൈ കൊണ്ടെറിയാൻ നിന്നവനെ നിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. പാറക്കല്ലിന്റെ ചീലെടുത്തുകൊണ്ട് പരിശുദ്ധ പ്രവാചക പുങ്കവന്റെ മുഖകമലം നോക്കി എറിയാൻ വേണ്ടി തുനിഞ്ഞതാകുന്ന പ്രവാചകന്റെ കുടുംബത്തിലുള്ളവരായിരുന്നാലും മുത്തുനബിയെ വേദനിപ്പിക്കുന്നവർക്ക് അല്ലാഹു ശക്തമായ താക്കീത് നൽകുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ ജീവിതത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടിയ സർവ്വ സമ്പാദ്യവും അവൻ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാക്കുകയില്ല, അതൊക്കെ നശിക്കാൻ പോകുകയാ. അത് പരിപൂർണമായി നശിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ.
പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ബദർ യുദ്ധത്തിന് ശേഷമാണ് അബൂലഹബിന് മാരകമാകുന്ന രോഗം വരുന്നത്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനാജനകമാകുന്ന ഈ പ്രയാസകരമാകുന്ന അവസ്ഥയുണ്ടായത്. അന്നാണ് ഖുർആൻ അവതരിച്ചത്. അബൂലഹബ് നശിക്കട്ടെ എന്ന ഖുർആൻ ഇറങ്ങിയത് ശേഷം 12 വർഷത്തോളം, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 10 അല്ല 12 വർഷം ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബിയെ വേദനിപ്പിച്ച അബൂലഹബിനെതിരെ ഖുർആൻ ഇറങ്ങിയിട്ട് പോലും ഒരു വിഷമമില്ല, ഒരു പനിയില്ല, ഒരു ഛർദിലില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസമില്ലാതെ അബൂലഹബ് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ ജീവിക്കുകയാണ്. ആളുകൾ പറയാൻ തുടങ്ങി, അബൂലഹബിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് ഭരിച്ചില്ല. മുഹമ്മദ് എന്ന് പറയുന്ന സാഹിർ മരണക്കാരൻ ഓതി വെച്ച ഖുർആൻ അബൂലഹബിന്റെ വിഷയത്തിൽ ഏശിയില്ല. ബദർ യുദ്ധം കഴിഞ്ഞ് 7 ദിവസം കൂടി കഴിയുമ്പോഴാണ് അബൂലഹബിന്റെ ശരീരത്തിലേക്ക് മാരകമാകുന്ന രോഗം വരുന്നത്. മുഫസ്സിരീങ്ങൾ പറയുകയാ, ശരീരമാസകലം ഒരു വ്രണം വരുകയാണ്. ആര് കണ്ടാലും വെറുക്കുന്ന, ആര് കണ്ടാലും പ്രയാസപ്പെടുന്ന, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട, സ്വന്തം മക്കൾക്ക് വേണ്ട, സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാവരും മാറ്റിവിടുകയാണ്. ഒരാൾ നോക്കാനില്ലാത്ത ദിവസം മാരമാകുന്ന സോറിയാസിസ് പോലെയുള്ള രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. തിരിഞ്ഞു നോക്കാൻ ഒരാളുമില്ല. ഏതെല്ലാം ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചിട്ടും മരുന്ന് ഭരിക്കുന്നില്ല. മാരകമാകുന്ന രോഗം നൽകുകയാണ്. കാരണം ഈ രോഗം നൽകിയത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്ന അല്ലാഹുവാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ് രോഗം കൊടുത്തത്. അവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വളവൃക്ഷങ്ങളിൽ നിന്ന് കളകൂതരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീതി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹ്, ആ പടച്ച റബ്ബിനെ വെല്ലുവിളിച്ചവനല്ലേ നിനക്കുള്ള രോഗത്തിന് ശമനമില്ല. ജനങ്ങൾ മുഴുവനും മാട്ടുവരാ. നോക്കാൻ ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല. അവസാനം എത്യോപ്യയിൽ നിന്ന്, സുഡാനിൽ നിന്ന് ആളെ കൊണ്ടുവന്ന്, സുഡാനികളാകുന്ന കറുത്ത വർഗക്കാരാണ് അവന്റെ ശരീരത്തെ കമ്പുകൊണ്ട് തട്ടിയിട്ട് മലമുകളിൽ കൊണ്ടുപോയി നശിപ്പിച്ചത് എന്ന് തഫ്സീറുകളിൽ കാണാം. ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. ഒരാൾ പോലും ഇല്ലാത്ത നിലയിലേക്ക് അവന്റെ ശവസംസ്കാരം നടക്കുകയാണ്. അവൻ സമ്പാദിച്ചതൊന്നും തന്നെ അവൻ ഐശ്വര്യമുണ്ടാവുകയില്ല. കോടിക്കണക്കിന് ഒരുമിച്ച് കൂട്ടിയാലും പരിശുദ്ധ ഖുർആനിനെ, പരിശുദ്ധ പ്രവാചകരെ വെല്ലുവിളിച്ചവരുണ്ടോ? മോശപ്പെട്ട വർത്തമാനം പറഞ്ഞവരുണ്ടോ? ആ പ്രവാചകർക്ക് എതിരിൽ കല്ല് വെച്ചുകൊണ്ട് ഇറങ്ങിയവരുണ്ടോ? നശിപ്പിക്കാൻ അല്ലാഹു റെഡിയാണ്. പരിശുദ്ധ ദീനിനെതിരെ നീയാണ് നിലകൊള്ളുന്നതെങ്കിൽ എത്ര സമ്പത്തിന്റെ ഊറ്റം കൊള്ളുന്നവനായിരുന്നാലും അത് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തകർക്കപ്പെടുമേ. അതിന് ഏറ്റവും വലിയ സൂചനയാണ് പരിശുദ്ധമായ ഖുർആൻ. ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ നിലകൊണ്ട മനുഷ്യൻ ഇന്ന് ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്തിക്കൊണ്ട് ആലിമീങ്ങൾക്കെതിരെ, മുതഅല്ലിമീങ്ങൾക്കെതിരെ, പരിശുദ്ധ ദീനീ സ്ഥാപനങ്ങൾക്കെതിരെ ഞാൻ നിരീശ്വരവാദിയാണ്, അല്ലാഹ് ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് പ്രസംഗിച്ച് നിലകൊള്ളുന്ന മുസ്ലിം ചെറുപ്പക്കാര്, യുവാക്കൾ വരെ ഇന്ന് ഈ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ആഖിറം നഷ്ടപ്പെടാതിരിക്കാൻ, നിന്റെ പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ നീ പരിശുദ്ധ കലിമ ഉച്ചരിച്ച് ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിലേക്ക് കടന്നു വരണേ. ഇല്ലെങ്കിൽ ആഖിറം നഷ്ടമാണ്. പറയുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണേ. ആഖിറം നഷ്ടമാണ്. ഇസ്ലാമിനെ എതിർത്തവർ, ഖുർആനിനെ എതിർത്തവർ, പ്രവാചകരെ എതിർത്തവർക്കൊക്കെ അള്ളാഹു നൽകിയ തക്കതായ ശിക്ഷ.
അബൂലഹബിന്റെ മക്കൾ ഉത്ബയും ഉതൈബയും. അതിൽ ഉതൈബ എന്ന് പറയുന്ന മകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഉമ്മു കുൽസൂമിനെ നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ആയത്തും ഈ സംഭവമൊക്കെ അബൂലഹബ് നശിക്കട്ടെ എന്നുള്ള ആയത്തൊക്കെ ഇറങ്ങിയപ്പോൾ അബൂലഹബിന് ദേഷ്യായി. എങ്കിൽ ഉതൈബയെ വിളിച്ചു, മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉത്തുബത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നീ റുഖയ്യയെ തലാക്കില്ല, നീ ഉമ്മു കുൽസൂമിനെ തലാക്കില്ല. നബി തങ്ങളുടെ രണ്ട് മക്കള് അവർ രണ്ടുപേരും തലാക്കില്ല, ഒക്കെ വീട്ടിൽ പോയിരിക്കട്ടെ. ഉതൈബ എന്ന് പറയുന്ന മകൻ, അബൂലഹബിന്റെ മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് ചെന്നു, മകളെയും കൂട്ടി ഉമ്മു കുൽസൂമിനെയും കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ദാ ഉമ്മു കുൽസൂമിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്തു കയറ്റിക്കും, നമുക്ക് മതി, തലാക്കല്ലേ ഇരിക്കുക. കാരണം ഇവൾ എന്നെയും സ്നേഹിക്കുന്നില്ല, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നില്ല മുഹമ്മദേ എന്ന് പറഞ്ഞ് പ്രവാചകൻ കോളറിൽ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. നബി തങ്ങളുടെ ഷർട്ടിൽ ഖമീസിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു. എന്ന് മാത്രമല്ല, മുഖത്തേക്ക് കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുഖകമലത്തിലേക്ക് കാർക്കിച്ചു തുപ്പാൻ തുനിഞ്ഞു. അല്ലാഹു അത് തടഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. മോശം കാക്ക എന്നല്ല നമ്മൾ പറയാ, ഭാര്യയുടെ വാപ്പയാണ്, ഭാര്യയുടെ വാപ്പയുടെ കോളറിൽ കയറി പിടിക്കാൻ. ആരാണത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. മകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മരുമകൻ തന്നെ പ്രയാസപ്പെടുത്തുകയാണ്. ഈ മരുമകനോ തൻ്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും സ്നേഹനിധിയാകുന്ന മൂത്താപ്പയുടെ മകനുമാണ്. ആ ബന്ധം വെച്ചിട്ടാണ് വിവാഹം ചെയ്തു കൊടുത്തത്. നബി തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പൻ. നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിതുഹു സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ നായവർഗത്തിൽ നിന്നുള്ളതായ ഒരു വസ്തുവിനെ കൊണ്ട് ഇവനെ നീ പിടിക്കണേ അല്ലാഹ്, ഇവന്റെ നാശം അങ്ങനെ ആക്കണേ അല്ലാഹ്. പ്രവാചകർ ഒരാൾക്കുമെതിരെ അങ്ങനെ ദുആ ചെയ്തിട്ടില്ല. നബി തങ്ങളെ അത്രയേറെ വേദനിപ്പിച്ചപ്പോ, നബി തങ്ങളുടെ മകളെ ത്വലാഖ് ചൊല്ലി വിഷമിപ്പിച്ചപ്പോ, തന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ, നബിയുടെ കോളറിനെ പിടിച്ചുകൊണ്ട് പ്രവാചകരെ വിഷമിപ്പിച്ചപ്പോ, നബി തങ്ങൾ എതിരായി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, നിന്റെ നായവർഗത്തിൽപ്പെട്ട ഒരു നായയെ കൊണ്ട് ഇവനെ നീ പിടിക്കണേ അല്ലാഹ്. വർഷങ്ങളെ കഴിഞ്ഞുപോയി. അബൂലഹബിന്റെ മകനാകുന്ന ഉതൈബയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആളുകൾ പറയുന്നുണ്ട്, മുഹമ്മദ് നിനക്കെതിരെ ദുആ ചെയ്തതാണ്, തീർച്ചയായും അത് ഭരിക്കുമെന്ന് പറയുന്നുണ്ട്. ശാമിലേക്കുള്ള യാത്രയാണ്, കച്ചവട സംഘത്തോടുള്ള യാത്രയാണ്. അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു സ്ഥലത്ത് നിന്ന് രാത്രിയിൽ തമ്പടിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, അതിന്റെ പരിസരത്തുള്ളവർ പറഞ്ഞു, ഇവിടെ വന്യജീവികളുടേതാകുന്ന പ്രശ്നമുണ്ട്, ഇവിടെ സിംഹം ധാരാളം ഇറങ്ങുന്ന സ്ഥലമാണ്, സിംഹം ധാരാളം ഉണ്ട്, ശ്രദ്ധിക്കണം. അബൂലഹബ് അപ്പോഴാണ് ഓർത്തത്, മുഹമ്മദിന്റെ ദുആ ഫലിക്കും, അവൻ സത്യസന്ധനാണ്, ഫലിച്ചാൻ ചാൻസ് ഉണ്ട്. അബൂലഹബ് എന്ത് ചെയ്തു? ആദ്യം മുഴുവനും ഒട്ടകത്തെ കൊണ്ട് വലയം ചെയ്തു. അതിന്റെ നടുക്ക് കുതിരകളെ നിർത്തി, അതിന്റെ നടുക്ക് മനുഷ്യരെ നിർത്തി, ഒട്ടകത്തിന്റെ വെളിയിലും പ്രജകളെ നിർത്തുകയാണ്, ചുറ്റും കാവൽപ്പടന്മാർ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കിടന്നിട്ടാണ് മകനും ഉപ്പയും കുടുംബവും ഉറങ്ങുന്നത്. വലിയ കാവൽപ്പടന്മാരുടെ വലിയ നിരകളെ തന്നെ നിർത്തിയിട്ടുണ്ട്. സിംഹം വരികയാണെങ്കിൽ, പിടിമൃഗം വരികയാണെങ്കിൽ, വിശക്കുന്നെങ്കിൽ ആരെ തിന്നോളൂ? മൃഗങ്ങൾ ചുറ്റും നിൽപ്പുണ്ട്, ആ മൃഗങ്ങളെ പിടിക്കും. ഇല്ലെങ്കിൽ ഇത്രയും കൂട്ടം ആളുകളുണ്ട്, അവരാരെങ്കിലും പിടിച്ചോണ്ട് പോകും. ചെന്നാ മതിയല്ലോ, കഴിച്ചാ പോരെ, ഏതെങ്കിലും ഒന്ന് മതിയല്ലോ. എന്തായാലും മകനെ സംരക്ഷിക്കാൻ പറ്റും, ഉറപ്പിച്ചു. രാത്രിയായി, ചരിത്രം വിശാലമാണ്, ചുരുക്കട്ടെ. താനൂരിലുള്ള പ്രിയപ്പെട്ട, മലപ്പുറം ജില്ലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ അറിയണേ, നേരം ഇരുട്ടു, ജനങ്ങളെല്ലാവരും ഉറക്കിലേക്ക് വഴുതി മാറി. അതാ കടന്നു ഒരു സിംഹം. ഈ സിംഹത്തെ പറഞ്ഞയച്ചത് അല്ലാഹുവാണ്, ആ സിംഹത്തെ സൃഷ്ടിച്ചതും അല്ലയല്ലേ. ആ സിംഹം കടന്നു വന്നു, എല്ലാത്തിനും മീതെ പറന്നിറങ്ങുന്നു. അബൂലഹബിന്റെ മകന് വന്നുകൊണ്ട് റാഞ്ചുകയാണ്, അവനെ പിടിക്കുകയാണ്, കടിച്ചു കീറിക്കൊണ്ട് കഷ്ടമാക്കിയിടുകയാണ്. അബൂലഹബിന്റെ മുഖത്തടിച്ചതുപോലെ അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മകന്റേതാകുന്ന മയ്യത്ത്
മയ്യത്ത് കാണുകയാണ്. മയ്യത്തിൻ്റെതാകുന്ന ശവസംസ്കാരം നടത്താൻ പറ്റാത്ത നിലക്ക് ചന്ന ഭിന്നമാക്കി കളയുകയാ. നബി തങ്ങളുടെ മുഖത്തേക്ക് കൈവച്ചവനല്ലേ, കോളറിന് പിടിച്ചവനല്ലേ, ഇന്നവന്റെ നെഞ്ച് കാണാനില്ല, അവനെ കാണാൻ പോലും ഇല്ല. ആ കോലത്തിന് അല്ലാഹു ചന്ന ഭിന്നമാക്കി. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, സമ്പാദിച്ചതൊന്നും അവന് ഗുണം ചെയ്യില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ സൂറത്ത് ഇന്ന് മഗ്രിബിനും പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ആ സൂറത്ത് ഓതാൻ കാലാകാലം ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക മുസ്ലിമീൻ. അബൂലഹബിന് ഒരൊറ്റ പ്രാവശ്യം ചെയ്തോളൂ. തബ്ബല്ലക മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശം ഉണ്ടാവട്ടെ. അലി ഹാദാ ജമഅതന, ഇത് പറയാനാണോ ഞങ്ങളെ ഈ വിലപ്പെട്ട സമയത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയതെന്ന് ചോദിച്ച് ഒരു പാറക്കല്ലിന്റെ ചീലെടുത്ത് ഇങ്ങനെ എറിയുന്ന പോലെ കാണിച്ചു. സംഭവം ഖിയാമത്ത് നാൾ വരെ അവരെ ശാപം. നാളെ ആഖിറത്തിൽ നരകം. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. ചെറിയൊരു ഇളവ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് തിങ്കളാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടു. തന്റെ സഹോദരന് ഒരു ആൺകുട്ടി പിറന്നു എന്നറിഞ്ഞപ്പോ അത് വന്നുകൊണ്ട് സന്തോഷം പറഞ്ഞ സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീയെ ആ സന്തോഷാധിക്യത്താൽ സന്തോഷവരം പറഞ്ഞതിന്റെ പേരിൽ മോചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് മാത്രം ഒരു ഇളവ്, തിങ്കളാഴ്ച ദിവസം ഒരു ഇളവ്, തന്റെ വിരലിലൂടെ ഒരൽപ്പം വെള്ളം കുടിക്കാനുള്ളത് അവസരം അല്ലാഹു കൊടുത്തു. അതൊക്കെ എല്ലാ മുഫസ്സിരീങ്ങളും വ്യക്തമാക്കിയ സംഭവം. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ അദാബാണ്. മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാഹ്, റസൂലുള്ളാഹിയോട് മഹബ്ബത്തുള്ള സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയ പാട്ടാണ്. അതൊക്കെയാണ് മദ്ഹ്.